ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പറമ്പിൽ കുറച്ചധികം കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി പച്ചക്കറികളുടെ വിത്തുകളൊക്കെ പാകുന്ന തിരക്കിലാണേ. ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ബീൻസിൻ്റെ വിത്തുകൾ ആദ്യം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ സീഡ്സ് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിറ്റേ ദിവസം തന്നെ ഈ വിത്തുകൾ നമുക്ക് പാകാൻ പറ്റും. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ട് ആ ട്രേയിലേക്ക് കുറച്ച് ചെറിയ ചെടിച്ചട്ടികൾ വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചെടിച്ചട്ടികളിലേക്ക് നിറച്ചും മണ്ണിട്ട് കൊടുക്കാം. ഇവിടെ കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ നമുക്ക് ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗാർഡൻ ടൂൾ എടുത്തിട്ട് നമുക്ക് ഓരോ ചെടിച്ചട്ടിയിലും ഓരോ ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് ബീൻസിൻ്റെ ഓരോ സീഡ്സും ഇട്ട് കൊടുക്കാം. ഓരോ ബീൻസിൻ്റെ വിത്തുകളും പാകി കഴിഞ്ഞിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കണം. ബീൻസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒന്നാണ്. അത് പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 60 മുതൽ 90 ദിവസത്തിനകം നമുക്ക് വിളവെടുക്കാൻ പറ്റും. ബീൻസ് വിത്തുകൾ നട്ട് കഴിഞ്ഞ് ചെറുതായിട്ട് മണ്ണൊന്ന് കൈവച്ച് തന്നെ ഒന്ന് സീഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നടാനുള്ളത് ബീട്രൂട്ടിൻ്റെ സീഡ്സ് ആണ്. അവ നമുക്ക് മറ്റൊരു ചട്ടികളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സീഡ്സ് ആണ് ഒരു ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പാകുന്നത് ടൊമാറ്റോ ആണ്. ഇതൊരു സാലഡിന് ഇടാനുള്ള ഒരു ടൊമാറ്റോ ആണ്. മഞ്ഞ കളറിലുള്ള ടൊമാറ്റോ ആണ്. അതിൻ്റെ സീഡ് നമുക്ക് ഈ ചട്ടികളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് പാകാനുള്ളത് ഇത് സൺഫ്ലവറിൻ്റെ സീഡാണ്. ഇത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ വെക്കാനുള്ളതാണ്. ഇത് നല്ല വലിയ ഫ്ലവർ ഉണ്ടാകുന്നതാണ്. പിന്നെ ഇത് സെറാനോസ് എന്ന് പറഞ്ഞ ഒരു മുളകാണ് കേട്ടോ. ഇതും നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണ്. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് പാകി കൊടുക്കാം. ഇനി നമുക്ക് പാകാനുള്ളത് തക്കാളിയാണ്. ഇത് നമുക്ക് കറികൾക്കൊക്കെ ഇടുന്ന തക്കാളിയാണ്. അത് പാകിക്കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് നന്നായി നനച്ചു കൊടുക്കാം കേട്ടോ. തണുപ്പ് സമയത്ത് എൻ്റെ കുറച്ചധികം പച്ചക്കറികൾ ഗരാജിലായിരുന്നു വെച്ചിരുന്നത്. അവിടെ ആകുമ്പോൾ സൂര്യപ്രകാശം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് പുറത്ത് വെച്ച് പിന്നീട് തണുപ്പ് വരുന്ന സമയത്ത് എടുത്ത് തിരിച്ചകത്ത് വെക്കാനും പറ്റും. ഇനി ഈ പച്ചക്കറികളെല്ലാം നമുക്ക് തിരിച്ച് ബാക്ക് യാർഡിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കണം. ഈ ചട്ടിയിലുള്ളത് കോവലാണ്. അപ്പോൾ കോവൽ ഇവിടെയാണ് ഞാൻ സാധാരണയായിട്ട് വെക്കുന്നത്. അവിടുന്ന് ആ ഒരു വല കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി പൊക്കോളും. ഇനി അടുത്തത് ഒരു മുരിങ്ങയാണ്. ഇത് ചട്ടിക്കകത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഈ മുരിങ്ങ ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അത് ചട്ടിക്കകത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇനി തണുപ്പ് കാലത്തിന് മുമ്പായിട്ട് എനിക്ക് ഈ മുരിങ്ങ കിട്ടിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ മുരിങ്ങ നമുക്ക് മണ്ണിൽ കുഴിച്ചു വെക്കണം. ചെറുതായിട്ട് ചട്ടിയുടെ അടിയിൽ നിന്ന് വേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് യാർഡിലേക്ക് കൊണ്ടുവരാനുള്ളത് കപ്പയാണ്. ഇവിടെ ഞാൻ കപ്പത്തണ്ട് മുറിച്ച് നേരത്തെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട കുറവുള്ളത് കൊണ്ട് എല്ലാം ഒരു ചട്ടിക്കകത്ത് തന്നെയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഇനി നമുക്കിത് ബാക്ക് യാർഡിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഇപ്രാവശ്യത്തെ എല്ലാ വെജിറ്റബിൾസും തന്നെ നട്ടിരിക്കുന്നത് കമ്പോസ്റ്റ് ചേർത്ത മണ്ണ് കൊണ്ടാണ്. ഇപ്രാവശ്യം കടകളിൽ കമ്പോസ്റ്റ് മണ്ണിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇതാണ് ഫ്രൂട്ട്സ് മരങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന വളം. ഈ വളം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആപ്പിളിനും പിയറിനും അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സ് കായ്ക്കുന്ന മരങ്ങൾക്കും ഇട്ട് കൊടുക്കാം. എല്ലാ മരങ്ങളുടെ വേരുകളും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും അതുമാത്രമല്ല ഈ മരങ്ങളൊക്കെ നന്നായിട്ട് അതിൽ കായ്കളൊക്കെ ഉണ്ടാകാനും കൂടാതെ മരങ്ങൾ നന്നായി വളരാനും ഈ വളം ഇട്ട് കൊടുക്കുന്നത് വഴിയായിട്ട് നല്ലതാണ്. ആദ്യമായിട്ട് മരത്തിൻ്റെ ചുവട് നന്നായിട്ട് ഒരു ചെറിയൊരു ഷവൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഒരു കൈയളവാണ്. ആ ഒരളവിന് നമ്മൾ ഈ വളം ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആ ഇളക്കി മാറ്റിയ മണ്ണ് വെച്ചൊന്ന് മൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എനിക്കിവിടെ 2 ആപ്പിൾ മരമുണ്ട്. അവയുടെ ചോട്ടിലും പിന്നെ മൾബറിയുടെ ചോട്ടിലും ഫിഗ് ഉണ്ട്. അതിൻ്റെ ചോട്ടിലും നാരകത്തിൻ്റെ ചോട്ടിലും പിന്നെ ഒരു പിയറുണ്ട്. ആ പിയറിൻ്റെ ചോട്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വളം. തണുപ്പ് കാലം കഴിയുമ്പോൾ സ്പ്രിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യത്തില്ലേ, ആ സമയത്താണ് ഞാൻ ഈ വളം ഇട്ട് കൊടുക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.